അച്ചടക്ക സമിതിയുടെ ചെയർമാൻ കൂടിയാണ്. ദീർഘകാലം MLA ആയിരിക്കുന്ന കോട്ടയത്തിൻ്റെയും അടൂരിൻ്റെയും വികസന നായകൻ കൂടിയായ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിനെ ഉദ്ഘാടന പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ അധ്യക്ഷവേദിയിലെ ബഹുമാന്യരെ, നമ്മളുടെ ഈ യാത്രയുടെ മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ട നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ ജോയി അത് ജാഥ ക്യാപ്റ്റന്മാരോടൊപ്പം യാത്ര ചെയ്യുകയാണ്. ഈ ജില്ലയിലെ പ്രവർത്തനത്തിലെല്ലാം ശക്തമായി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീ AP അനിൽകുമാർ MLA അടക്കം, നമ്മളുടെ മുതിർന്ന നേതാവ് ശ്രീ C ഹരിദാസ് അടക്കം, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളായ നേതാക്കന്മാർ, നമ്മളുടെ ഈ മഹായാത്രയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീ സജീന്ദ്രൻ അടക്കമുള്ള സമുന്നതരായ നേതാക്കളെ, ശ്രീ ബാലറാം, മറ്റ് സഹോദരങ്ങളെ, സ്നേഹിതരെ, ഞാൻ ഈ യോഗത്തിലെ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കാര്യം, കേരളത്തിലൊട്ടാകെ ജനങ്ങളുടെ ഒരു അടിയിളക്കം കാണുമ്പോൾ നമുക്ക് തീരുമാനിക്കാൻ കഴിയും. 2024 ഇന്ത്യയിൽ ഒരു വിക്കറ്റ് വീഴും, അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 2026 പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഓൾ ഔട്ടാകും, അതിനാണ് നമ്മളുടെ രണ്ടാമത്തെ പരിശ്രമം. ഈ രണ്ട് പരിശ്രമങ്ങൾ നമുക്ക് തീർക്കണമെന്നൊരു വിജയകരമാക്കണമെങ്കിൽ നമ്മളുടെ സ്നേഹിതന്മാരെല്ലാവരും ഊർജിതത്തോടുകൂടി മുന്നോട്ട് പോകണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമേ ഇല്ല. ഇവിടെ ബാംഗ്ലൂരിലെ കോടതിയുടെ, കർണാടക ഹൈക്കോടതിയുടെ വിധി വന്നപ്പോൾ അദ്ദേഹം ആരോടൊപ്പം നിൽക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ബാക്കിയുള്ളവരെയൊക്കെ കളിപ്പിക്കുകയാണ്. തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ അപ്പുറത്ത് സ്വന്തം സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരിക്കുമെന്ന് ഞാൻ കണക്കാക്കുകയാണ്. അദ്ദേഹം EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കണ്ടുപിടിക്കണം. ഞാൻ ഇന്നലെ ട്രെയിനിൽ വരുമ്പോൾ ശ്രീ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ മകൾ രാധ എന്നോടൊപ്പം ട്രെയിനിലുണ്ടായിരുന്നു. അവർക്കും പരാതിയാണ്, ഈ സർക്കാർ എന്ത് സർക്കാർ എന്ന് എന്നോട് ചോദിക്കുകയാണ്. ഞാൻ ദൈവത്തോട് ചോദിച്ചത് എന്ത് സർക്കാരാണ് എന്നുള്ള നിലയിൽ. അപ്പോൾ ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് ആർക്കും ഒരു മതിപ്പുമില്ല. ഈ ഗവൺമെൻറ്റിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നതിൽ ആളുകൾ സാക്ഷാൽ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഹൃദയം ചുമന്ന ഒരാൾ പോലും ഈ ഭരണത്തിന് അനുകൂലമായിട്ട് അവരുടെ മനസ്സ് കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് ഇടതുപക്ഷ സർക്കാർ എന്ന് പറയാൻ പറ്റുമോ? ഇതിനെ ഇടതുപക്ഷ സർക്കാർ എന്ന് വിളിച്ചാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമല്ലേ? ഇവരുടെ ഓരോ പ്രവർത്തനവും പട്ടിണി പാവങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. പണമുണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പണദാഹികളായ ആളുകൾക്ക് വേണ്ടി ഖജനാവ് തുറന്നു കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് പിണറായി സർക്കാർ ഗവൺമെൻറ് എന്ന് എത്രയോ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും. ഇപ്പം കേരളത്തിലൊട്ടാകെ കൊട്ടിഘോഷിച്ച അവരുടെ ജനസദസ്സുണ്ട്. ആ ജനസദസ്സിനകത്ത് ഞങ്ങൾ വിവരാവകാശം അനുസരിച്ച് ചോദ്യം ചോദിച്ചു. നിയമസഭയിൽ നമ്മളുടെ അനിലടക്കമുള്ള MLA-മാരെല്ലാവരും ചോദ്യം ചോദിച്ചു. പക്ഷേ വിവരം ശേഖരിച്ചു വരുന്നു എന്നാണ് മറുപടി. ചോദ്യം വളരെ നിസ്സാരാണ്. ഇതിന് എത്ര രൂപ പിരിച്ചു, എവിടെ നിന്നൊക്കെ പിരിച്ചു, സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കയ്യിൽ നിന്ന് എത്ര വാങ്ങി, ഇവിടുത്തെ വില്ലേജ് ഓഫീസർ വഴി എത്ര കിട്ടി, ഇതെല്ലാം വിശദമാക്കി പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ആ ചോദ്യത്തിനൊരു മറുപടി തന്നു. ആ മറുപടി തന്നെയാണ് ഏറ്റവും വലിയ അഴിമതി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അവർ തന്നിരിക്കുന്ന ഉത്തരം, ഇതൊരു സ്വതന്ത്ര ഏജൻസിയാണ് ഈ പണപ്പിരിവൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായി സ്വതന്ത്ര ഏജൻസി? കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുള്ള ഏജൻസിയാണോ? ഒരു സർവ്വസ്വതന്ത്ര ഏജൻസി ഇതിനു വേണ്ടി പണം പിരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രിയടക്കം മന്ത്രിസഭയടക്കം എല്ലാ സ്ഥലത്തും റോന്ത് ചുറ്റിക്കൊണ്ടിരുന്ന ആ യാത്രയ്ക്ക് വേണ്ടി, ഈ കൊഴുപ്പ് കൂട്ടുന്നതിന് വേണ്ടി പണപ്പിരിവ് നടത്തിയതിൻ്റെ കണക്ക് പോലുമില്ലാത്ത ഒരു സർക്കാർ കേരള ജനതയെ വഞ്ചിച്ചു എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ സമൂഹത്തിന്
നന്മ ചെയ്യുന്നതിനെ കുറിച്ചല്ല അവരാലോചിച്ചിട്ടുള്ളത്. ഈ നാട്ടിൽ സുതാര്യമായ ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചല്ല അവരാലോചിച്ചിട്ടുള്ളത്. പട്ടിണി പാവങ്ങളായ ആളുകളുടെ വേദനയും ദുഃഖവും നമ്മുടെ സഹപ്രവർത്തകന്മാർ സഹോദരന്മാർ ഇവിടെ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചതുകൊണ്ട് ഞാനതൊന്നും വിശദമായി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. സാധനങ്ങളുടെ വില വർധനവ് എവിടെ വരെ പോയി? നമ്മളുടെ ഒരു നിയമസഭാ അംഗം നിയമസഭയിൽ പറഞ്ഞു, സാധനങ്ങൾക്കെല്ലാം വലിയ വിലയാണ്, പക്ഷെ വില കുറഞ്ഞത് ഒന്നിനേ ഉള്ളൂ, പിണറായി വിജയന് മാത്രം ആ വില താഴോട്ടാണ് പോകുന്നത്. കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സത്യമാണ് ഈ പറയുന്നത്. നമ്മുടെ നാട്ടിൽ വികസന പ്രവർത്തനം എന്ന് പറയുന്നത് ഇല്ലല്ലോ. നാട്ടിലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരു നടപടിയും എടുക്കുന്നില്ലല്ലോ. ആശുപത്രി ധർമാശുപത്രി എന്നാണ് ഒരു കാലത്ത് കേട്ടുകൊണ്ടിരുന്നത്. ആശുപത്രിയിൽ പോയാൽ മരുന്ന് കാശ് കൊടുക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മരുന്ന് കിട്ടുമോ? പഞ്ഞിയും നൂലും മേടിച്ചു കൊണ്ടുപോകണം ആശുപത്രിയിൽ ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ എന്നുള്ള നിലയിൽ വന്നിരിക്കുകയല്ലേ. എന്നിട്ടും അവർ മഹത്തരമായ കാര്യം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നല്ലേ പറയുന്നത്. എന്ത് മഹത്തരമാണ്! ആശുപത്രികളിലെല്ലാം സാധനങ്ങളെല്ലാം മുറതെറ്റി. ആളുകൾക്ക് ആശുപത്രിയിൽ പോകേണ്ട കാര്യമില്ല, കാരണം അവിടെ ചെന്നാൽ വേണ്ട വിധത്തിലൊരു ചികിത്സയും കിട്ടില്ല എന്നുള്ള നിലയിലേക്ക് പോയിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് പിന്നെ ആർക്ക് വേണ്ടി ഭരിക്കുകയാണ്? ഒരു പറ്റം ആളുകൾക്ക് വേണ്ടി. PV കമ്പനിക്കകത്ത് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പറ്റം ആളുകൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി മാത്രം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റാണ് കേരളത്തിലേത് എന്നുള്ളത് ആർക്കും അറിയില്ലാത്തത്. ഇവിടെ റേഷൻ കടയിൽ അരി കിട്ടാതെ ആളുകൾ ഉലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അവർക്ക് വിഷമവും വേദനയും കടിച്ചവർത്ത് നിൽക്കുമ്പോൾ നമ്മുടെ മന്ത്രിമാരെല്ലാം പോയിരിക്കല്ലേ വിദേശത്ത്. അവരിങ്ങനെ ജർമ്മനി, ജപ്പാൻ എന്ന് വേണ്ട എല്ലാ ഉല്ലാസ കേന്ദ്രങ്ങളിലും പോവുകയാണ്. ഞാൻ അവരുടെ ചില ഫോട്ടോ പതിവിടെ വാട്സപ്പിൽ വന്നത് കണ്ടു. എല്ലാം കോട്ടും ടൈയും ഒക്കെ ഇട്ട് വലിയ കേരളമോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയത്തക്ക വിധത്തിൽ ഒരുമാതിരി ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നടക്കുന്ന പടമാണ് കണ്ടത്. അപ്പൊ ഈ കേരളത്തെക്കുറിച്ചൊരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഗവൺമെന്റ് അല്ലേ? ഇവിടെ കർഷകരുടെ അവസ്ഥ എന്താണ്? ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഞാൻ കർഷകരുടെ അവസ്ഥയെക്കുറിച്ച് പറയണ്ടല്ലോ. ഉൽപാദനം നടത്തേണ്ട പാവപ്പെട്ട കർഷകന് ഉൽപ്പന്നത്തിന് വില കിട്ടാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട്ടും കുട്ടനാട്ടിലും നെല്ല് വിളയിക്കുന്ന പാവപ്പെട്ട നെൽകർഷകർക്ക് അവർക്ക് ഒരു രൂപത്തിലും കിട്ടേണ്ട ആനുകൂല്യം കൊടുക്കുന്നില്ല. അവർക്ക് കിട്ടേണ്ട മിനിമം വില കൊടുക്കുന്നില്ല. എല്ലാം വിഷമിച്ച് ജനങ്ങൾ വേദനിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കൂട്ടർക്ക് മാത്രം അത് മനസ്സിലാക്കുന്നില്ല. ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ, ഇവിടെ ഈ ബസിന്റെ സ്റ്റിയറിംഗ് പിടിക്കുന്ന പിണറായി വിജയന്, അദ്ദേഹത്തിന് മാത്രം ഇത് മനസ്സിലാകുന്നില്ല. പിണറായിയുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്ന മന്ത്രിമാരെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ തുറന്ന് വർത്തമാനം പറയാൻ പറ്റുമോ? ഒരു മന്ത്രി ഇന്നലെ മറ്റൊരു മുൻ മന്ത്രി ഇവിടെ സംസാരിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചെറിയൊരു കാര്യമേ ഉള്ളൂ. തിരുവനന്തപുരത്തെ ഒരു ബസിന്റെ ഉദ്ഘാടനമാണ്. ആ ഉദ്ഘാടനത്തിന് പഴയ മന്ത്രി വന്നേക്കുമെന്നുള്ള പേടി കൊണ്ട് ആ ഉദ്ഘാടന സ്ഥലം തന്നെ ആ മന്ത്രിയുടെ നിയോജക മണ്ഡലം വിട്ട് വേറൊരിടത്തോട്ട് പിടിപ്പിച്ചോളാൻ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ കൂട്ടുത്തരവാദിത്വമുള്ള ഒരു ഗവൺമെന്റ് ആണോ? കൂട്ടുത്തരവാദിത്വമുള്ള ഒരു മുന്നണിയാണോ? ഈ മുന്നണി യഥാർത്ഥത്തിൽ ശിഥിലമായ മുന്നണിയാണ്. ഭയപ്പാട് മാത്രമാണ് ഈ മുന്നണിയെ ഏകീകരിക്കുന്ന ഏക ശക്തി എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മുടെ നാട്ടിൽ ഭരണമില്ലാത്ത ഭരണം, രണ്ടാം ഭരണം കയ്യിൽ കിട്ടിയതോടുകൂടി എന്തും ചെയ്യാമെന്നുള്ള തോന്നിയം രൂപത്തിലാണ് ഇവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിഷമവും വേദനയുമാണ് കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള വലിയ ഒഴുക്കാണ് നമ്മളുടെ ഈ ജാഥയിലുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ ജാഥ ക്യാപ്റ്റന്മാർ രണ്ടാളുകൾ ഈ വേദിയിൽ വരുമ്പോ ആയിരക്കണക്കിന് ആളുകളല്ലേ അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിയത്. ഒരിടത്ത് മാത്രമല്ല, കേരളത്തിലൊട്ടാകെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ചിത്രമാണത്. അതാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. ഈ ഗവൺമെന്റിനെതിരാണ് ജനങ്ങൾ. ഈ ഗവൺമെന്റിനെതിരായി വിധി എഴുതാൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഒരു ഗവൺമെന്റ് ഇരിക്കുന്നത് എന്തിനാണ്? ഗവൺമെന്റ് അഴിമതി വിരുദ്ധമായി പോകണമെന്ന് വരികിൽ സ്വാഭാവികമായും
അഴിമതിക്കെതിരായി ശക്തമായ നടപടിയും എടുത്തു പോകണ്ടേ? എക്സാലോജിക്കിനകത്ത് ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് എന്താ? പിണറായി വിജയന്റെ സ്റ്റാൻഡ് എന്താ? ഞാൻ ഒരു കാര്യം പറയാം. എക്സാലോജിക് കേസിനകത്ത് അവസാനം വന്നു കഴിയുമ്പോൾ പ്രതിപട്ടികയിൽ വരാൻ പോകുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമല്ലോ എന്നുള്ള ഭയപ്പാടിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അത് ഈ സംസ്ഥാനത്തിന് ഗുണകരമാണോ? ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്കെല്ലാം അപമാനകരമായ കാര്യമാണ്. ഈ സാഹചര്യത്തിൽ നിന്ന് കേരളത്തിലെ രക്ഷപ്പെടുത്താൻ ഒരു ശക്തിക്ക് മാത്രമേ സാധ്യമാകൂ. ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് പറ്റിയ പഴയ തെറ്റുകളെല്ലാം തിരുത്തി നമുക്ക് അടിവെച്ച് മുന്നോട്ട് പോകുന്നതിന് കഴിയണം. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് മാത്രമേ ഞാൻ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. ഞാൻ ദീർഘിപ്പിക്കുന്നതേയില്ല. നമ്മളുടെ പ്രിയപ്പെട്ട നേതാക്കൾ അവർ രണ്ടാളുകളും ഇവിടെ വരും. ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. നമുക്ക് കേരളം പിടിച്ചെടുക്കണം. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള നമ്മളുടെ ഇന്ത്യ മുന്നണി അധികാരം ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ നമുക്ക് ഒരുമിച്ച് കഴിയണമെന്ന് മാത്രമേ ഞാൻ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവുകം നേരുകയാണ്. ഈ യാത്ര ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. മലപ്പുറം ജില്ലയുടെ സമാപന സമ്മേളനമാണിത്. പാലക്കാട് സമ്മേളനത്തിൽ കൊളപ്പുള്ളിയിൽ ഞാനും ആ യോഗത്തിൽ എത്താം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും 1.25 മണിക്കൂർ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ അവിടെ എത്താൻ പറ്റുള്ളൂ എന്ന് അനുഭവസ്ഥരായ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കാതെ നിങ്ങൾക്കെല്ലാവർക്കും ഭാവുകം നേർന്നുകൊണ്ട് ഈ ഐതിഹാസികമായ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് സെക്രട്ടേറിയറ്റിനകത്ത് തമ്പടിച്ചിരിക്കുന്ന ആളുകൾ ഞെട്ടിവിറയ്ക്കുന്ന സാഹചര്യം ഒഴുക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാം മംഗളമോതുന്നു. നമ്മളുടെ പ്രിയപ്പെട്ട ജാഥ ക്യാപ്റ്റന്മാർ അവർ സഞ്ചരിക്കുന്ന വാഹനം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. അവർ സാവകാശം ഈ വേദിയിലേക്ക് വരും. ഞാൻ അവരെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. തലക്കാട്, താനൂർ, തെന്നല, തിരുനാവായ, തൃപ്പങ്ങോട്ട്, വളവന്നൂർ 12 മണ്ഡലം പ്രസിഡന്റുമാർ ദയവായി നമ്മുടെ ഈ സമ്മേളനം നടക്കുന്നതിന് എതിർവശത്തുള്ള സ്വാഗത സംഘം ഓഫീസിൽ ഫിനാൻസ് ടീമിനെ കാണണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം മണ്ഡലം പ്രസിഡന്റുമാർക്കായി ഒരുക്കിയിരിക്കുന്ന ഈ സ്റ്റേജിന് മുമ്പിലുള്ള കസേരയിൽ വന്നിരിക്കേണ്ടതാണെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ദയവായി ഇപ്പോൾ തന്നെ പോയി അവരെ ഫിനാൻസ് ടീമിനെ കാണേണ്ടതാണ്. നമ്മുടെ ഈ യോഗ നടപടി ആരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ സ്വാഗതം ആശംസിക്കുവാൻ ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി നസൂറുള്ളയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കൊണ്ട് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും പാർലമെന്ററി പാർട്ടിയുടെ നേതാവും ഒരുമിച്ച് കേരളത്തിൽ നടത്തുന്ന ആദ്യത്തെ യാത്രയാണിത്. ഈ യാത്ര കേരളത്തിൻ്റെ ചരിത്രത്തിൽ മാറ്റം കുറിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത് ഇതിഹാസ നായകന്മാർ നയിക്കുന്ന യാത്രയാണ്. സമരാഗ്നി എന്നാണ് ഈ യാത്രയുടെ പേര്. ഇതൊരു പ്രക്ഷോഭ യാത്രയാണ്. കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ BJP ഗവൺമെന്റിനും കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റും നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ, വർഗീയ ഫാസിസ്റ്റ് ദുർഭരണത്തിനെതിരെ വലിയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അജയ്യനായ അമരക്കാരൻ, പ്രിയങ്കരനായ
കെ സുധാകരൻ MP-യും കേരള രാഷ്ട്രീയത്തിലെ പ്രതിപക്ഷ നേതാവ്, ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രിയങ്കരനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒരുമിച്ച് നയിക്കുന്ന സമരാഗ്നി പ്രക്ഷോഭ യാത്ര ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ എടപ്പാളിന്റെ മണ്ണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കെ കേളപ്പൻ ഉഴുതുമറിച്ച എടപ്പാളിലെ പരിസര പ്രദേശങ്ങളിലെ രാഷ്ട്രീയം, കുട്ടിമാളു അമ്മയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേദിയായ എടപ്പാളിന്റെ മണ്ണിലേക്ക് മറ്റൊരു ചരിത്രത്തിന് തുടക്കം കുറിക്കാൻ പ്രിയപ്പെട്ട KPCCയുടെ പ്രസിഡന്റ് കെ സുധാകരനും കേരളത്തിന്റെ ജനകീയനായ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ചരിത്ര മുഹൂർത്തം ഇവിടെ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 9-ാം തീയതി കർണാടകയോട് ചേർന്ന് നിൽക്കുന്ന കേരളത്തിന്റെ അതിർത്തിയിൽ നിന്ന് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, കേരളം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭാവന നൽകിയ നമ്മുടെയൊക്കെ അഭിമാനമായ KC വേണുഗോപാൽ പതാക കൈമാറി ശാന്തിയുടെ, സമാധാനത്തിന്റെ, ഐക്യത്തിന്റെ, അഖണ്ഡതയുടെ, ജനാധിപത്യത്തിന്റെ, മതേതരത്വത്തിന്റെ ത്രിവർണ പതാക KC വേണുഗോപാലിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പ്രിയപ്പെട്ട KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ എടപ്പാളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ മഹാസമ്മേളനം സ്വാഗതം പറയുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. മഹാജനസാഗരമാണ് ഈ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ വഴിയിൽ നിൽക്കുന്ന മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും പരിമിതമായ സൗകര്യമാണ്. ആ പരിമിതമായ സൗകര്യം ഉപയോഗപ്പെടുത്തണം എന്ന് ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ വേദിക്ക് മുൻവശം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാർക്ക് പ്രത്യേകമായ സജ്ജീകരിച്ച ഇരിപ്പിടമുണ്ട്. ഇതിനിടതുഭാഗത്ത് മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളതാണ്. പ്രവർത്തകന്മാർ സഹകരിക്കണം. നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ മഹാസമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. ചരിത്ര പുരുഷന്മാർ ഐതിഹാസികമായ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രം തിരുത്താൻ, വർഗീയത കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റിന്റെ വർഗീയ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാൻ, ജനാധിപത്യം അസ്തമിച്ചിട്ടില്ല, മതേതരത്വത്തിന് അന്ത്യം കുറിച്ചിട്ടില്ല, ജനാധിപത്യം ഒരു നാളും അവസാനിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മതേതരത്വത്തിന്റെ കാവലാളായി ഈ എടപ്പാളിലേക്ക് കടന്നു വന്ന ജാഥാ നായകന്മാരെ എടപ്പാളിലെ ഈ ജനാവലിക്ക് വേണ്ടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ സമ്മേളനം ജാഥാ നായകന്മാർ കടന്നു വരുമ്പോൾ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ്, അച്ചടക്ക സമിതിയുടെ അംഗം, രാഷ്ട്രീയ കാര്യ സമിതി അംഗം, മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി പ്രിയങ്കരനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർകളാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തെ വളരെ വിനയപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ KPCCയുടെ രാഷ്ട്രീയ കാര്യ സമിതി അംഗം പ്രിയങ്കരനായ AP അനിൽകുമാർ MLA ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. KPCCയുടെ വൈസ് പ്രസിഡന്റുമാർ പ്രിയപ്പെട്ട VP സജീന്ദ്രൻ, പ്രിയങ്കരനായ VT ബൽറാം, KPCCയുടെ വൈസ് പ്രസിഡന്റുമാരെ
ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറിമാർ MM നസീർ, പടകുളം മധു, ആര്യാടൻ ഷൗക്കത്ത്, ദീപ്തി മേരി വർഗീസ്, അബ്ദുൽ മുത്തലിബ്, AA ഷുക്കൂർ, ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ് പ്രമുഖ ഗാന്ധിയൻ മുൻ MP C ഹരിദാസ്, AK ശശി, റിജിൽ മാക്കുറ്റി, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ, മഹിളാ കോൺഗ്രസിന് പുതിയ ദിശാബോധം നൽകിക്കൊണ്ട് ഈ വേദിയിലേക്ക് വന്നിരിക്കുന്ന മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ ജബി മേത്തർ MP അടക്കമുള്ള പ്രിയങ്കരനായ KPCCയുടെ ജനറൽ സെക്രട്ടറി ജയന്ത് അടക്കമുള്ള പ്രിയപ്പെട്ട നിയാസ് അടക്കമുള്ള KPCCയുടെ ജനറൽ സെക്രട്ടറിമാർ, ആലിപ്പറ്റ ജമീല അടക്കമുള്ള KPCCയുടെ ജനറൽ സെക്രട്ടറിമാർ, ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള KPCCയുടെ ഭാരവാഹി പ്രിയപ്പെട്ട ബാബുരാജ്, പ്രിയപ്പെട്ട അബ്ദുൽ മജീദ്, പ്രിയപ്പെട്ട നൌഷാദ് അലി, വേദിയിലുള്ള മറ്റെല്ലാ ഭാരവാഹികളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് വിനയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളോട് അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ച മുസ്ലിം ലീഗിന്റെ പ്രിയങ്കരനായ നേതാവ് UDFന്റെ ജില്ലാ കൺവീനർ പ്രിയപ്പെട്ട അഷ്റഫ് കോക്കൂർ ഈ വേദിയിലുണ്ട്. മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് M അബ്ദുള്ളക്കുട്ടി ഈ വേദിയിലുണ്ട്. മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഹൈദർ അലി ഈ വേദിയിലുണ്ട്. എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ, പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ, മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹാസമ്മേളനം ഇവിടെ നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ തവന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ഞങ്ങളുടെ ഉണ്ണിയേട്ടൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ വിശ്രമരഹിതമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ KPCCയുടെ പ്രിയങ്കരനായ അംഗം അഡ്വക്കേറ്റ് AM രോഹിത് ഇവിടെയുണ്ട്. ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് സുധീർ ഉണ്ട്. അങ്ങനെ മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട നായകന്മാർ, ഈ വേദി അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് VS ജോയിയാണ്. ജോയി തൊട്ടതെല്ലാം പൊന്നാണ്. മലപ്പുറം ജില്ലയിൽ ജോയി എന്ന ചെറുപ്പക്കാരൻ KSUവിന്റെ കുട്ടിത്തമ്പിടാതെ AICC നേതൃത്വം ഈ ജില്ലയ്ക്ക് പുതിയ പ്രസിഡന്റിനെ തന്നപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചു എന്ത് ചെയ്യാൻ പറ്റും ഈ കുട്ടിക്ക് എന്നാണ്. പക്ഷേ അലാബുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയെ ദിശാബോധത്തോടുകൂടി നയിക്കുന്ന ഞങ്ങൾക്ക് അഭിമാനമായ ഞങ്ങളുടെ പ്രിയങ്കരനായ പ്രസിഡന്റിനെ ഈ വേദിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ വിനയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ജാഥ നായകന്മാരെ ഒരിക്കൽ കൂടി ഈ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കേളപ്പന്റെയും കുട്ടിമാളു അമ്മയുടെയും രാഷ്ട്രീയ തട്ടകവേദിയായ ഈ എടപ്പാളിന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. നമ്മുടെ പ്രിയപ്പെട്ട പടനായകന്മാരെ, 2 പിഞ്ചു കുട്ടികൾ ബൊക്കെ നൽകി അവരെ ഈ എടപ്പാളിന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ ബൊക്കെ നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട നേതാക്കളെയും ക്ഷണിക്കുക. പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, ഫെബ്രുവരി മാസം 9-ാം തീയതി സപ്തഭാഷകളുടെ സംഗമഭൂമിയായ കന്നഡയും കൈരളിയും കൈകോർക്കുന്ന കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തറികളുടെയും തിറകളുടെയും നാടായ കണ്ണൂരിന്റെ ഹൃദയം കവർന്ന് കടത്തനാടിന്റെ മണ്ണിലൂടെ കടന്നു വന്ന് കുഞ്ഞാലി മരക്കാരുടെയും കളരിപ്പയറ്റിന്റെയും ഒക്കെ സ്മൃതികൾ ഉറങ്ങുന്ന കോഴിക്കോടിന്റെ മനസ്സ് കീഴടക്കി മഞ്ഞ് പെയ്യുന്ന വയനാടൻ മലനിരങ്ങളെ കോൾമയിർ കൊള്ളിച്ചുകൊണ്ട് മാപ്പിളപ്പാട്ടിന്റെ ഗന്ധവും മൈലാഞ്ചിയുടെ സുഗന്ധവും പേറുന്ന മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്ന് അല്പനിമിഷം കൊണ്ട് പാലക്കാട് ജില്ലയിലേക്ക് നമ്മുടെ സമരാഗ്നി ജാഥ കടന്നു പോവുകയാണ്. സമരാഗ്നി ജാഥ നയിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയങ്കരനായ കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട K സുധാകരൻ അവർകളും പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർകളും കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായി
പ്രത്യാശയായി പ്രചോദനമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. രണ്ട് ഗവൺമെന്റുകൾ ഇരുതല മൂർച്ചയുള്ള വാള് പോലെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ദുഃഖവും ദുരിതവും സമ്മാനിക്കുന്നതിന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിടിപ്പുകേടിന്റെ പറകോടിയിലെത്തി നിൽക്കുന്ന പിണറായി വിജയൻ ഭരണകൂടത്തിനെതിരെ നമ്മുടെ നാടിനെ നാശത്തിലേക്ക് നയിക്കുന്ന നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരായിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ അതിശക്തമായ സമര പോരാട്ടങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ സമരാഗ്നി ജാഥ മലപ്പുറം ജില്ലയിലൂടെ നമ്മുടെ ജില്ലയിലൂടെ കടന്നു പോകുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. ഒരു മാസം മുമ്പ് ഇതിലെ കടന്നുപോയ ജാഥ കരിങ്കൊടി ഏറ്റുവാങ്ങിയാണ് ഈ മണ്ണിലൂടെ കടന്നുപോയതെങ്കിൽ കരിങ്കൊടി കണ്ട് കടന്നുപോയ ആ ജാഥയ്ക്ക് പിന്നിലൂടെ പ്രിയപ്പെട്ടവരെ കോരിത്തരിപ്പിക്കുന്ന കയ്യടികളും ആർപ്പുവിളികളും ജനങ്ങളുടെ അംഗീകാരവും ഏറ്റുവാങ്ങിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണീർ തുടച്ചുകൊണ്ട് നമ്മളുടെ ജനനായകന്മാർ ഇതാ കടന്നു പോവുകയാണ്. മലപ്പുറത്ത് ഇന്ന് ജനകീയ ചർച്ചാ സദസ്സിലേക്ക് കടന്നു വന്നത് ആയിരക്കണക്കിന് ഈ നാട്ടിലെ സാധാരണക്കാരാ. പൊന്നാനിയിലെ കോൾ കർഷകർ ഉൾപ്പെടെ എത്രയോ സാധാരണക്കാർ കണ്ണീരുമായി അവരുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. ഈ നാടിന്റെ പ്രതീക്ഷയായി നമ്മുടെ പ്രസ്ഥാനം മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ ജനങ്ങൾ അനുനിമിഷവും വലിയ ദുരിതവും ദുഃഖവും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. പൊന്നാനി പാർലമെന്റ് പിടിച്ചെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ കരങ്ങൾക്ക് കരുത്തു പകർന്നുകൊണ്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ, മതേതരത്വത്തെ സംരക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അന്തിമ യുദ്ധത്തിന് അവസാനത്തെ പോരാട്ടത്തിന് ഒരുങ്ങുമ്പോൾ ആ പോരാട്ടത്തിന് ഞങ്ങളുണ്ട് കൂടെ എന്ന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടേക്ക് കടന്നു വന്ന ഈ മഹാസാഗരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി അഭിനന്ദനായ KPCCയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സുധാകരേട്ടനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. അതിനു മുമ്പായി നമ്മുടെ പ്രിയപ്പെട്ട പടനായകന്മാർ, പോരാളിയായ നമ്മുടെ പ്രസിഡന്റും പ്രതിപാദനനായ നമ്മുടെ പ്രതിപക്ഷ നേതാവും ആ രണ്ട് സമര നായകന്മാർക്ക്, പടനായകന്മാർക്ക് വാളും പരിചയവും നൽകി സംഘാടക സമിതി അവരെ എടപ്പാളിലേക്ക് സ്വീകരിക്കുകയാണ്. ഒരു ഫോട്ടോ, ഒരു സെക്കൻഡ്. പ്രസിഡന്റ് ഒന്നത് ഇപ്പം വരച്ചതാണ്. ചെയർമാൻക്കൊരു ആരാർപ്പണം നടത്താൻ വേണ്ടിയിട്ടുണ്ട്. അത് പ്രസംഗം കഴിഞ്ഞിട്ട് മതിയാ. അധ്യക്ഷൻ, പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജോയ്, വേദിയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ശ്രീ അനിൽകുമാർ, വേദിയിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുണ്ട്, MP ഉണ്ട്, ജബി മേത്തർ MP ഉണ്ട്, MLA മാരുണ്ട്. ഓരോരാളുടെയും പേരെടുത്ത് പറയാൻ സമയമില്ല. ഈ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകേണ്ടത് പാലക്കാട് എത്തണമെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ 6:30-ക്കുള്ളിൽ ഇവിടുന്ന് ഞങ്ങൾ പുറപ്പെടണം. ഇന്ന് അവിടെ പാലക്കാട് ജില്ലയിലെ ഈ പരിപാടിയുടെ തുടക്കമാണ്. സത്യത്തിലേക്ക് നിങ്ങളോട് ഒരുപാട് വികാരപരമായ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഇന്നത്തെ അനാഥമായ അവസ്ഥയെക്കുറിച്ച് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വം. പക്ഷേ സമയക്കുറവ് കൊണ്ട് ഇന്ന് അതിന് മുതിരുന്നില്ല.
വളരെ ലഘുവായൊരു പ്രസംഗം ചെയ്തു പോകാൻ അനുവാദം നൽകണം എന്ന് നിങ്ങളോട് ഞാൻ സ്നേഹപുരസരം ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ് നിങ്ങളൊക്കെ. ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള എല്ലാ കർമ്മ പരിപാടികളും ഞങ്ങൾ പൂർത്തിയാക്കി കൊണ്ടുവരികയാണ്. ഒരുപാട് രംഗത്ത് ഞങ്ങളുടെ സംഘടനാ ശക്തികൾ കരുത്താർജിക്കുന്ന സംഘടനാ ശൈലികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ നിങ്ങൾ തടിച്ചുകൂടി നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ആവേശവും ആത്മവിശ്വാസവും വരുവാണ്. സംഘടനാ രംഗത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ എല്ലാ പ്രവർത്തനത്തിൻ്റെയും വിജയമാണ് ഈ കാണുന്ന മഹാസാഗരം എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത്. ആത്മവിശ്വാസത്തോടെ നിൽക്കുന്നു എന്ന് പറയുന്നത് വെറുതെ ഒരു പോയ് വാക്കല്ല, ഉള്ളിൽ തട്ടിപ്പറയുന്ന വാക്കാണ്. ഇവിടെ കോൺഗ്രസ് പ്രസ്ഥാനം രാഷ്ട്രീയ അധികാരത്തിൽ വരണം എന്നാഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും. ഇന്ത്യ രാജ്യത്ത് BJP തിരിച്ചു വരരുത് എന്നാഗ്രഹിക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, രണ്ട് ഗവൺമെന്റുകളും ഈ നാടിന്റെ നാട്ടാരുടെ താല്പര്യങ്ങൾ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് ഏകപക്ഷീയമായി ഏകഛത്രാധിപതിമാരെ പോലെ ഇവർ ഈ സംസ്ഥാനവും ഇന്ത്യയും ഭരിക്കുകയാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഈ രാജ്യത്ത് ഒരു മന്ത്രിസഭയുണ്ടോ നിങ്ങൾക്ക് കേരളത്തിൽ? ഇവിടെ ഒരു നീതിന്യായ നിർവഹണമുണ്ടോ? ഇവിടെ ഒരു അച്ചടക്കം പാലിക്കുന്ന ഒരു പോലീസ് സേന ഇവിടെയുണ്ടോ? ഇവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന എന്തെങ്കിലും സംവിധാനം ഈ കൊച്ചു കേരളത്തിലുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. സ്കൂൾ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ഇവിടെ ദുരിതത്തിലാണ്. നിങ്ങൾക്കറിയാമോ, ഹയർ സെക്കൻഡറി സ്കൂളിലും കോളേജുകളിലും ഒക്കെ ചരസും കഞ്ചാവും അങ്ങ് ഒഴുകുകയാണ്. അതിന്റെ മധ്യത്തിൽ നിന്ന് കാശുണ്ടാക്കുന്ന സാമൂഹ്യ വിരുദ്ധരായ കുറെ ആളുകളുടെ കയ്യിൽ ഈ വിദ്യാഭ്യാസ മേഖല അകപ്പെട്ടിരിക്കുന്നു. പുതിയ കുട്ടികൾ ചരസിലേക്ക് പോവുകയാണ്. പുതിയ കുട്ടികൾ കള്ളടിക്കുകയാണ്, കഞ്ചാവ് അടിക്കുകയാണ്. കുടുംബത്തിൽ ചെന്ന് അച്ഛനും അമ്മയെയും ഭയപ്പെടുത്തുകയാണ്. ആശങ്കയോടുകൂടി അമ്മയും അച്ഛനും മക്കളെ നോക്കി നിൽക്കുകയാണ്. പോയവർ തിരിച്ചു വരണമെന്നില്ല. എത്ര കുട്ടികളുടെ കേസുകളാണ് നമ്മുടെ മുമ്പിൽ. എന്തുകൊണ്ടാ ഈ സ്കൂളുകളിലും അനധികൃതമായ സ്ഥലങ്ങളിലും ചരസും കഞ്ചാവും ഒക്കെ വിൽപ്പന നടത്തുന്നത് നിർത്തിക്കാൻ ഈ രാജ്യത്തെ നീതിന്യായ പരിപാലനം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കണ്ടേ? അവർക്കെന്താ തൊഴിൽ? അവർക്കെന്താ ജോലി? പോലീസിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ, പോലീസ് അത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഒരു സർക്കാർ അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കോളേജിലും ഈ സ്കൂളുകളിലും ചരസും കഞ്ചാവും ഒഴുകുമോ? ചെറിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഇവിടെ അതൊന്നുമില്ല. നമ്മുടെ സംസ്ഥാനം എല്ലാം കൈവിട്ടുപോയിരിക്കുന്നു. ഗവൺമെന്റ് നോക്കുകുത്തിയാണ്, തമ്മിലടിയാണ്. മന്ത്രിസഭക്കകത്ത് CPIയും CPM തമ്മിലുള്ള തമ്മിലടി നിങ്ങൾക്കറിയാം. CPMോട് അഭിപ്രായ വ്യത്യാസം CPMന്റെ അകത്തുള്ള ആളുകൾക്കുണ്ട്. CPMന്റെ ഉന്നത നേതാക്കന്മാർ പരസ്യമായി CPMനെയും മുഖ്യമന്ത്രിയെയും വിമർശിക്കുന്നിടത്ത് നമ്മുടെ രാഷ്ട്രീയം എത്തിയിരിക്കുന്നു. തോമസ് ഐസക് വിമർശിക്കുന്നു, LDF സർക്കാരിനെ G സുധാകരൻ വിമർശിക്കുന്നു, LDF സർക്കാരിനെ MA ബേബി വിമർശിക്കുന്നു, LDF സർക്കാരിനെ എല്ലാം LDFന്റെ നേതാക്കളാണ്, സീനിയർ നേതാക്കളാണ്. എന്തുകൊണ്ടവർ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ പ്രവണതയെയും വിമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ സംസ്ഥാനത്ത് ജനാധിപത്യ അവകാശം വകവെച്ചു കൊടുക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി ഇല്ല. അത് സ്വന്തം പാർട്ടിക്കകത്തായാലും. വിലവർദ്ധനവ് എവിടെയാ? എത്ര ശതമാനമാണ് വിലവർദ്ധനവ്? ഞങ്ങൾ രാവിലെ പൊതുജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് നമുക്ക്. ഇന്ന് രാവിലെയും അത് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ വരെയുള്ള എല്ലാ ദിവസങ്ങളിലും
നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആ പറയുന്ന പരാതികളുടെ മുൻപിൽ നമ്മളൊക്കെ നിശ്ചലരാവുകയാണ്. ആ പരാതി കേൾക്കുമ്പോൾ ഞങ്ങളെയൊക്കെ കണ്ണിൽ വെള്ളം നിറയാണ്. അത്ര ദുരിതപൂർണമായ ആളുകൾ അവരാണ് ഞങ്ങളുടെ മുമ്പിൽ വന്ന് സ്റ്റേറ്റ്മെന്റ് തന്നു പോകുന്നതും റെക്കോർഡ് രേഖയടക്കം തന്നു പോകുന്നത്. പിണറായി വിജയനും ഒരു യാത്ര നടത്തിയിരുന്നു, അദ്ദേഹവും ജനസമ്പർക്ക പരിപാടി നടത്തിയിരുന്നു. പക്ഷേ ആ ജനസമ്പർക്കത്തിലെ ജനമല്ല, ഞങ്ങളുടെ ജനസമ്പർക്ക പരിപാടിയിൽ വന്നവർ പാവങ്ങൾ, കഷ്ടപ്പെട്ടവർ, നമ്മുടെ സമൂഹത്തിൽ അടിത്തട്ട് നിൽക്കുന്നവർ, കടബാധ്യതയിൽ കെട്ടുപടഞ്ഞ് മരിക്കാൻ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നവർ, കൃഷിഭൂമി നഷ്ടപ്പെടാൻ പോകുന്നവർ, വീട് ജപ്തി ചെയ്യാൻ പോകുന്നവർ, അങ്ങനെ ദുരിതങ്ങളുടെ പർവ്വതത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളെ കാണാൻ വന്നപ്പോ പിണറായി വിജയനെ കാണാൻ പോയത് ഈ രാജ്യത്തെ വ്യവസായികളാണ്, വ്യാപാരികളാണ്, വലിയ ബിസിനസ്സുകാരാണ്. പണം ഉള്ളംകൈയിൽ വെച്ച് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു വലിയ ധനസമ്പാദനം നടത്തിയ ഒരു വിഭാഗമാണ് പിണറായി വിജയന്റെ പഠനത്തിൽ പങ്കെടുത്തത്. വ്യത്യാസമുണ്ട്. ഞങ്ങൾ അവരെയൊക്കെ ഒരു പരിധിവരെ ആശ്വസിപ്പിച്ചു. എല്ലാം ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ UDF-ന്റെ ഭരണം വന്നാൽ ശാശ്വതമായി മാറ്റേണ്ടുന്ന, തീരേണ്ടുന്ന നിങ്ങളുടെ പ്രവൃത്തികൾക്കല്ല, നിങ്ങളുടെ ദുരിതങ്ങൾക്കെല്ലാം ഞങ്ങൾ പരിഹാരമുണ്ടാക്കും. അല്ലാത്തത് അസംബ്ലിക്കകത്ത് നിന്നും നേരിട്ട് മന്ത്രിമാരെ ബന്ധപ്പെട്ടും ചെയ്യാവുന്നതെല്ലാം ചെയ്യുമെന്ന് വാക്കുകൊടുത്ത് ആശ്വസിപ്പിച്ച് ഞങ്ങൾ അവരെ തിരിച്ചയച്ചിട്ടുണ്ട്. പിണറായി വിജയന്റെ ജനസമ്പർക്ക പരിപാടി നടന്നത് നിങ്ങൾക്കറിയാലോ. ജനങ്ങളുമായി സമ്പർക്കം ഉണ്ടായോ? ജനങ്ങളുമായി സമ്പർക്കം നടത്തിയ ഒരു മുഖ്യമന്ത്രി കേരളത്തെ ഉണ്ടായിരുന്നു. അത് ഉമ്മൻചാണ്ടിയാണ്. കാലത്ത് 9 മണി മുതൽ പിറ്റേന്നാൾ 9-10 മണി വരെ ഉറക്കമൊഴിഞ്ഞ് ജനങ്ങളെ കേട്ട് ജനങ്ങളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുത്ത മുഖ്യമന്ത്രി. വെറും കേക്കലല്ല, അവരെ പരാതി വാങ്ങി ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിരുത്തി അത് പരിശോധിച്ച് അവരുടെ പ്രശ്നം പരിഹരിക്കുന്ന രീതിയിലേക്ക് തീരുമാനമെടുത്ത് ആ തീരുമാനത്തിലൂടെ ലക്ഷക്കണക്കിന് കുടുംബത്തെ കരകയറ്റിയ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു. അത് ഉമ്മൻചാണ്ടിയ. നമ്മുടെ ഈ മുഖ്യമന്ത്രി നടത്തിയ ജനസമ്പർക്ക പരിപാടി എന്താ? വ്യവസായികളുമായിട്ടുള്ള പേര്. അതൊരു വ്യവസായികളെ ആളുകളാണല്ലോ. ബാംഗ്ലൂരിൽ വിധി വന്നിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂല്ലേ? എക്സാലോജിക്കിന്റെ ആളുകൾ ഇങ്ങനെ കുടുങ്ങാൻ പോവുകയാണ്. ഇവിടെ കോടതി കൊടുക്കുമെന്ന് വന്നപ്പോ അതിൽ നിന്ന് മറികടക്കാനാണ് മുഖ്യമന്ത്രിയുടെ മകൾ എക്സാലോജിക്കിന്റെ MD ബാംഗ്ലൂരിലേക്ക് പോയത്. പക്ഷേ അവിടെയും അപകടമാണ് എന്നാണ് വാർത്ത. എങ്ങനെ എക്സാലോജിക് കമ്പനി ഉണ്ടാക്കി പിണറായി വിജയൻ? അല്ലേ വിജയന്റെ മകൾ? മാധ്യമങ്ങൾ ചോദിക്കുന്നു, നാട്ടുകാർ ചോദിക്കുന്നു, ജനങ്ങൾ ചോദിക്കുന്നു, കുട്ടികൾ ചോദിക്കുന്നു, ഒക്കെ ചോദിക്കുന്നു. അവസാനം മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ഭാര്യ ടീച്ചറായിരുന്നു, ടീച്ചർ റിട്ടയറായി, അപ്പോ പെൻഷൻ ഉണ്ടായി, സർവീസിൽ നിന്നുള്ള പൈസ കിട്ടി, കുറെ പൈസ. അത് കിട്ടിയപ്പോ അത് വെച്ചിട്ടാണ് എക്സാലോജിക് ഉണ്ടാക്കിയത് എന്നാണ്. എന്റെ കൈ ശുദ്ധം, എന്റെ എന്താ പറയാ, മടിയിൽ കനമില്ല, ഞാൻ ശുദ്ധനാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നാളെ ഈ രാജ്യത്തെ ജനങ്ങളോട് എന്തു പറയുമെന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എക്സാലോജിക് കേരളത്തിൽ ഉണ്ടാക്കിയതിന്റെ സമ്പത്ത് എത്രയാണെന്ന് നിങ്ങളെ കോടികളാണ്, കോടാനുകോടി. അതാണ് ഈ UP സ്കൂളിലെ ടീച്ചറുടെ പെൻഷൻ ആനുകൂല്യം കിട്ടിയപ്പോ എക്സാലോജിക് തുടങ്ങി എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രിക്ക് അല്ലേ അല്ലേ ഞാനത് പറയേണ്ട കാര്യമുണ്ടോ? അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഭരണം സ്വന്തം കുടുംബത്തിന് വേണ്ടിയാ, ഭരണം അദ്ദേഹത്തിന് വേണ്ടിയാ. പാർട്ടിക്ക് പോലും അതുകൊണ്ട് ബെനിഫിറ്റ് ഇല്ല എന്ന് പാർട്ടിക്കാർ പറയുന്നു. സ്വന്തം കുടുംബത്തിന്റെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ഏത് നെറികെട്ട മാർഗവും ഉപയോഗിക്കുന്ന ഒരു മുഖ്യമന്ത്രി. സ്വപ്ന സുരേഷ് എന്ന് പറയുന്നൊരു സഹയാത്രിക കൂടെ ഉണ്ടായിരുന്നു കുറെ കാലം. അറിയില്ലേ നിങ്ങൾക്ക് സ്വപ്ന സുരേഷിനെ? സ്വപ്ന സുരേഷ് ഒടുവിൽ പോലീസ് വന്ന് പിടികൂടി ശിവശങ്കരനെ അറസ്റ്റ് ചെയ്തു. ശിവശങ്കരൻ ആരാ? മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ് ശിവശങ്കരൻ. ശിവശങ്കരൻ ജയിലിലാ. സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടല്ല, നാടിന്റെ എന്തെങ്കിലും മറ്റാവശ്യത്തിന് പോയിട്ടല്ല.
ഈ രാജ്യത്തെ ഭവന നിർമ്മാണ പദ്ധതിയിൽ കോടികൾ അടിച്ചു മാറ്റിയതിന് അദ്ദേഹത്തെ കേന്ദ്ര ഏജൻസി അന്ന് വന്ന് ചോദ്യം ചെയ്തു, സത്യമാണെന്ന് കണ്ടു, ശിക്ഷിച്ചു, ജയിലിലാണ്. എന്തേ പിണറായി വിജയൻ ജയിലിൽ പോകാഞ്ഞ്? ആ വകുപ്പിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായിയാണ്. ശിവശങ്കരന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രി ആരാ? മന്ത്രി പിണറായി അല്ലേ? പിണറായി ഒപ്പിട്ട കടലാസല്ലേ ശിവശങ്കരൻ എല്ലാം ചെയ്തത്? പിണറായി അറിയാത്ത എന്തെങ്കിലും ശിവശങ്കരൻ ചെയ്തിട്ടുണ്ടാവോ? എന്ത് ശിവശങ്കരനെ അറസ്റ്റ് ചെയ്ത കേന്ദ്ര പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തില്ല, ഇത് അന്വേഷിച്ചില്ല? എന്തുകൊണ്ട് അന്വേഷിക്കാതിരുന്നത്? അവിടെയാണ് ഒരു രാഷ്ട്രീയ അന്തർധാരയുടെ കഥ. CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു സന്ധി നിങ്ങൾ ഓർക്കണം. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനും കുഴൽപ്പണ കേസിൽ പെട്ടപ്പോ പിണറായി വിജയന്റെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അവിടെ BJP-യെ പിണറായി വിജയൻ സഹായിച്ചു, ഇവിടെ പിണറായിയെ BJP സഹായിച്ചു. പിണറായിക്കെതിരെ കേസില്ല. എന്തെല്ലാം കേസായിരുന്നു സ്വപ്ന സുരേഷ് റിട്ടൺ റെക്കോർഡ് വെച്ച്, കയ്യിൽ കിട്ടിയ രേഖ വെച്ച് അന്വേഷണ ഏജൻസിയോട് പറഞ്ഞു സ്വർണം കടത്തി, ഡോളർ കടത്തി. കോടതിയിൽ 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തു സ്വപ്ന സുരേഷ്. അവരുടെ ജീവൻ അപകടപ്പെടുമെന്ന് വന്നപ്പോ അവർ കേരളം വിട്ട് ഇപ്പോൾ കർണാടകയിൽ താമസിക്കുന്നു. എന്നിട്ടും എന്തേ ഒരു അന്വേഷണം ഇല്ലാതെ പോയത്? പിണറായി വിജയനെതിരെ എന്തെല്ലാം കേസുകൾ വന്നു. നമ്മുടെ സംസ്ഥാന നേതാക്കന്മാർ അവർക്കെതിരെ ഉന്നയിച്ച എത്ര ആരോപണങ്ങൾ. ആഴക്കടൽ മത്സ്യബന്ധനം, ആഴക്കടൽ പൂഴിമണൽ ബിസിനസ്, എല്ലാ കേസുകളും നിരത്തി വെച്ചിട്ട് പോലും BJP ഗവൺമെന്റ് ഇവിടെ പിണറായി വിജയനെതിരെ അന്വേഷിക്കാൻ സമ്മതിച്ചില്ല. എന്തുകൊണ്ടെന്നറിയാമോ? കോൺഗ്രസ് വിമുക്ത ഭാരതമാണ് BJP-യുടെ രാഷ്ട്രീയ ലക്ഷ്യം. കോൺഗ്രസ് വേണ്ട. കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതാവണമെങ്കിൽ BJP വിചാരിച്ചാൽ നടക്കില്ല. BJP-ക്ക് ഇവിടെ അതിന് മുളയില്ല. അതുകൊണ്ട് ഇവിടെ കോൺഗ്രസ് വരാതിരിക്കണമെങ്കിൽ CPM വിചാരിക്കണം അവർക്ക് കുറച്ച് സീറ്റുകളിൽ BJP കൂടെ വോട്ട് ചെയ്തു കൊടുത്താൽ UDF ഇവിടെ പരാജയപ്പെടും, LDF ജയിക്കും, കോൺഗ്രസ് രഹിത ഭാരതമായി, കോൺഗ്രസ് രഹിത കേരളമായി കേരളം മാറും. അതൊരു രാഷ്ട്രീയ സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് ഈ സഖ്യം പിണറായി വിജയനും BJP തമ്മിലുള്ള സഖ്യം തുടരുകയാണ്. നിങ്ങൾക്കറിയാലോ SNC ലാവലിൻ കേസ് എത്രയായി കാലം? എത്ര തവണ മാറ്റിവെച്ചു കേസ്? 38ാമത്തെ തവണയാണ് ആ കേസ് മാറ്റിവെച്ചത്. 38ാമത്തെ തവണ. എന്തുകൊണ്ടാ മാറ്റിയത്? കേസ് എന്ന് ഹിയർ ചെയ്തോ അന്ന് പിണറായി വിജയൻ അകത്താണ്. അത് വരാതിരിക്കാൻ BJP-യുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ജഡ്ജിമാർ കേസ് മാറ്റി വെക്കുകയാണ്. സർവ സുരക്ഷിതത്വവും BJP പിണറായി വിജയന് നൽകുന്നു. പിണറായി വിജയൻ ഒരു വളരെ വിനീത വിധേയനായി മുഖ്യമന്ത്രിയുടെ കൂടെ നിന്ന് പോകുന്നു. ആ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് എല്ലാ നെറികേടുമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് എല്ലാ സനാതന മൂല്യങ്ങളും ബലി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സഖ്യത്തെ പൊട്ടിക്കണം. നമുക്ക് ഈ സഖ്യത്തെ മുറിക്കണം. നമുക്ക് ഈ സഖ്യത്തെ തോൽപ്പിക്കണം. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ BJP-ക്കെതിരെയുള്ള പോരാട്ടം കരുത്തുള്ള പോരാട്ടമാക്കി മാറ്റണം. CPM-നെതിരെയുള്ള പോരാട്ടം ഒരു വലിയ അസ്തിത്വത്തിന്റെ പോരാട്ടമാക്കി നിങ്ങൾ മാറ്റണം. അതിലാണ് നമ്മുടെ സമരാഗ്നി. ആ സമരാഗ്നിയിലൂടെ നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് തെളിയിക്കുന്ന വികാരപരമായ വെളിച്ചം രാഷ്ട്രീയ രംഗത്ത് നിങ്ങൾക്കൊരു പുതിയ പന്താവുണ്ടാക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ കേട്ടതിന് നന്ദി. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും. സമരാഗ്നി ജാഥയുടെ സന്ദേശവുമായി ജാഥാ നായകൻ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് നമ്മോട് സംവദിക്കും. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ VS ജോയ്, പ്രിയങ്കരനായ കോൺഗ്രസിൻ്റെ നായകൻ ശ്രീ K സുധാകരൻ MP, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ
നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ചേർന്ന് ഒരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഈ മഹായുദ്ധം നമുക്ക് ജയിച്ചേ മതിയാവും. കാരണം നമ്മുടെ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തീക്ഷ്ണമായ ഒരു യുദ്ധത്തിനാണ് നമ്മൾ പുറപ്പെടുന്നത്. യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് സേനാവിന്യാസം കൃത്യമായിരിക്കണം. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പോവുകയാണ്. ഈ രാജ്യത്ത് ഫാസിസ്റ്റ് ശക്തികളെ, വർഗീയ ശക്തികളെ ഇല്ലാതാക്കാൻ, അവരെ കുഴിച്ചു മൂടാൻ, ഈ കേരളത്തിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കി മാറ്റിയ ഈ ധിക്കാരികൾക്ക് താക്കീത് നൽകാൻ, അതാണ് നമ്മുടെ മഹായുദ്ധം. ആ മഹായുദ്ധത്തിന് നമ്മൾ പുറപ്പെടുമ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് നാം നടത്തേണ്ടത്. നമ്മുടെ രാജ്യം എവിടെ എത്തി നിൽക്കുന്നു? ഇന്ന് നേരം വെളുത്തത് ഒരു പുതിയ തീരുമാനമാണ്. എന്താ തീരുമാനം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചിരിക്കും. കേട്ടപാടെ ഞങ്ങൾ യാത്രയിലാണ്. ഞാൻ ചോദിച്ചു, കോൺഗ്രസിൻ്റെ മാത്രമാണോ? BJPയുടേതില്ലേ? ഇല്ല, കോൺഗ്രസിൻ്റെ മാത്രമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഈ തെരഞ്ഞെടുപ്പ് സായാഹ്നത്തിൽ മരവിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തണ്ട. എന്തു തീരുമാനമാണത്? എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഫാസിസ്റ്റുകളാണ് രാജ്യം ഭരിക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ തീരുമാനം. നരേന്ദ്രമോദിയോട് പറഞ്ഞേക്ക്, കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ മരവിപ്പിച്ചാലും ഇന്ത്യയിലെ ജനാധിപത്യ ഭാരതം കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിന് ആവശ്യമായ ഫണ്ട് തരിക തന്നെ ചെയ്യും. അത് സംഭിപ്പിച്ചാലൊന്നും കോൺഗ്രസ് തോക്കില്ല. എത്രമാത്രം കോൺഗ്രസിനെ ഈ ഫാസിസ്റ്റ് ഭരണകൂടം ഭയപ്പെടുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഈ വർഗീയവാദികളെ പരാജയപ്പെടുത്താൻ നമ്മൾ ഇന്ത്യ മുന്നണി ഉണ്ടാക്കി. ഒരു കാരണവശാലും മൂന്നാമതൊരിക്കൽ കൂടി ഇവർ അധികാരത്തിൽ വരരുത് എന്ന് രാജ്യം മുഴുവൻ ആഗ്രഹിച്ച നിമിഷം രാഹുൽ ഗാന്ധി നടത്തിയ ഐതിഹാസികമായ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ഈ രാജ്യത്തെ ജനാധിപത്യ ശക്തികൾ മുഴുവൻ ഇന്ത്യ മുന്നണി എന്ന പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് ചേരുന്ന സാഹചര്യമുണ്ടായി. പേടിച്ചുപോയി മോഡിയും സംഘപരിവാർ ശക്തികളും. അവരുടെ പതനത്തിന്റെ ആരംഭം കുറിച്ചു എന്ന് മനസ്സിലാക്കി. പിന്നെ അവരുടെ ശ്രമം എന്തായിരുന്നു? ഇന്ത്യ മുന്നണിയെ തകർക്കാൻ. ഇന്ത്യ മുന്നണിയിലുള്ള പലർക്കുമെതിരായി കേന്ദ്ര ഏജൻസികളെ ഇളക്കിവിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ജയിലിലാണ്. അരവിന്ദ് കേജ്രിവാളിനെ ഏത് സമയത്തും എപ്പോഴും അറസ്റ്റ് ചെയ്യും എന്ന ഭീഷണിയിലാണ്. നിതീഷ് കുമാറിനെ ഭീഷണിപ്പെടുത്തി അപ്പുറത്ത് കൊണ്ടുപോയി. മമതാ ബാനർജിയുടെ മരുമകനെതിരായി കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തി എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം എന്നുള്ള നിലയുണ്ടാക്കി. അപ്പൊ എന്താണ് അവരുടെ ലക്ഷ്യം? കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയെ തകർക്കുക, കേസുകൾ എടുത്ത് ഭീഷണിപ്പെടുത്തി ജയിലിലടയ്ക്കുമെന്ന് പേടിപ്പിച്ച് ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ മുന്നണി. വർഗീയതയ്ക്കെതിരായ, ഫാസിസത്തിനെതിരായ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം. അതില്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഫാസിസ്റ്റ് ശക്തികളുടെ ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അവർക്ക് പണമുണ്ട്, കോടാനുകോടി രൂപയാണ്. അവരുടെ അക്കൗണ്ടിൽ തന്നെ 6500 കോടിയാണ് അക്കൗണ്ടിലുള്ളത്. പുറത്ത് എത്രയാണുള്ളത്? കാരണം എന്താ? അവരെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നാട്ടിലെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്, പണക്കാർക്ക് വേണ്ടി, ധനികർക്ക് വേണ്ടിയാണ്. ഒരു കർഷക നിയമം നെഹ്റുവിന്റെ കാലത്തോ കോൺഗ്രസ് ഭരണകാലത്തോ വന്നാൽ അത് കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വേണ്ടിയുള്ള നിയമമായിരുന്നു. മോഡിയുടെ ഭരണകാലത്ത് പാർലമെന്റിൽ കർഷകർ നിയമം വന്നാൽ ആ കർഷക നിയമം ആർക്കു വേണ്ടിയാ? അംബാനിക്കും അദാനിക്കും ധനികർക്കും കോർപ്പറേറ്റുകൾക്കും വേണ്ടി. നമ്മുടെ കാലത്ത് പാർലമെന്റിലും നിയമസഭകളിലും ഒരു തൊഴിൽ നിയമം കൊണ്ടുവന്നാൽ അത് ആർക്കായിരിക്കും? അത് തൊഴിലാളിക്ക് വേണ്ടിയായിരിക്കും. നമ്മൾ ബോണസ് ആക്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട്, നിരവധി ക്ഷേമനിധികൾ
നമ്മുടെ കാലത്ത് തൊഴിലാളി ക്ഷേമത്തിന് വേണ്ടി നിയമങ്ങൾ കൊണ്ടുവന്നു. ഇവർ ഒരു തൊഴിൽ നിയമം കൊണ്ടുവന്നാൽ അതാർക്കു വേണ്ടി? അത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി. നിങ്ങൾ അറിയണം, നിങ്ങളൊരു ബാങ്കിൽ നിന്ന് 50,000 രൂപ കടമെടുത്താൽ, 5 ലക്ഷം രൂപ കടമെടുത്താൽ 3 മാസം തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് NPA ആവും, കിട്ടാക്കടമായി പ്രഖ്യാപിക്കും. പിന്നെ സർഫാസി ആക്ടായി, ഡെറ്റ് ട്രൈബ്യൂണലായി നിങ്ങളുടെ കിടപ്പാടം ജപ്തി ചെയ്യും, നിങ്ങളുടെ കൃഷിയിടങ്ങൾ ജപ്തി ചെയ്യും. ഈ മോഡിയുടെ ഇന്ത്യയിൽ 5,000 കോടി കടമെടുത്താൽ, 15,000 കോടി കടമെടുത്താൽ, 20,000 കോടി കടമെടുത്താൽ തിരിച്ചടക്കണ്ട, റൈറ്റ് ഓഫ് ചെയ്യും. എടുത്തവൻ പണവുമായി ന്യൂയോർക്കിൽ പോയി താമസിക്കാം, ലണ്ടനിൽ പോയി താമസിക്കാം. നിങ്ങൾക്കറിയാമോ, ഈ ഇന്ത്യയിൽ 15 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലെ ധനികന്മാർ, കോടാനുകോടി, പാവപ്പെട്ടവരല്ല, ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ട് ഒരു പൈസ തിരിച്ചടയ്ക്കാതെ പോയത്. ഈ ബാങ്കുകൾ തകരാതിരിക്കണമെങ്കിൽ ഈ പണം കേന്ദ്ര ഗവൺമെന്റ് തിരിച്ചടക്കണം. എവിടെ നിന്ന്? നമ്മുടെ നികുതി പണം. നെഹ്റു ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ കോൺഗ്രസ് ഭരണകൂടങ്ങൾ, പ്രധാനമന്ത്രിമാർ ഈ രാജ്യത്തുണ്ടായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചുളിവിൽ വിറ്റഴിച്ച് ഈ ധനികരുണ്ടാക്കിയ കടം തീർക്കുന്നു. ഈ നാട്ടിലെ 90% ആളുകൾക്കുമുള്ള സ്വത്ത് ഇന്ത്യയിലെ 1%, 2% ആളുകളുടെ കൈകളിലാണ്. അതിനേക്കാൾ കൂടുതൽ സ്വത്ത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഈ ഇന്ത്യയിൽ വർദ്ധിക്കുന്നു. ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ റെക്കോർഡാണ് ഈ മോഡിയുടെ ഭരണകാലത്ത്. ചെറുകിട വ്യവസായങ്ങൾ തകർന്നു, ഇടത്തരം വ്യവസായങ്ങൾ തകർന്നു. കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ അവന്റെ പുറമടിച്ച് പൊളിക്കുകയാണ്. പാടശേഖരങ്ങളിൽ ചോര വിയർപ്പാക്കി നമുക്ക് 3 നേരവും അന്നം തരുന്ന കർഷകന്റെ മുതുകിൽ ലാത്തി കൊണ്ടടിക്കുകയാണ് ഈ സംഘപരിവാർ ഭരണകൂടം. അവൻ സമരവുമായി പോകുമ്പോൾ അവന്റെ മീതെ ഡ്രോണിൽ കണ്ണീർ വാതകം ഇടുകയാണ് സംഘപരിവാർ ഭരണകൂടം. സമരങ്ങളെ അടിച്ചമർത്തുകയാണ്, ഇല്ലാതാക്കുകയാണ്. ഈ ഫാസിസത്തിനെതിരായി നമ്മളെ ഭിന്നിപ്പിക്കുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ. വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ ഇളക്കി വിട്ടുകൊണ്ട് നമ്മളെ ഭിന്നിപ്പിക്കുന്നു, നമ്മളെ രണ്ടാക്കുന്നു. എന്നിട്ട് ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടി അധികാരം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. പള്ളികൾ പൊളിക്കുന്നു, അവിടെ അമ്പലങ്ങൾ പണിയണമെന്നാണ് പറയുന്നത്. ബാബറി മസ്ജിദ് പൊളിച്ച് അമ്പലം പണിതു. ഇപ്പോൾ ഗ്യാൻവാപ്പിയിലേക്ക് പോകുന്നു. പുതിയ പുതിയ പള്ളികൾ പൊളിക്കാനുള്ള ശ്രമങ്ങളുമായി പോകുന്നു. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? ഈ രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ, ആളുകളെ വേദനിപ്പിക്കാൻ, അവരുടെ മനസ്സ് മുറിപ്പെടുത്താൻ ഈ ഭരണകൂടം ശ്രമിക്കുന്നു. നമ്മൾ എങ്ങനെ വേണം അവരോട് മറുപടി പറയേണ്ടത്? നമ്മൾ തോളോട് തോളുരുമി നിന്ന് ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ കഴിയില്ല എന്ന് ഉറക്ക വിളിച്ചു പറയണം. ഇത് നമ്മുടെ ഇന്ത്യയാണ്, നമ്മുടെ ഇന്ത്യ. ദേശീയ പ്രസ്ഥാനം മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും മൗലാന അബ്ദുൽ കലാം ആസാദും അടക്കമുള്ള 10,000-കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾ അടിച്ചൊടിക്കപ്പെട്ട അവരുടെ അസ്ഥികളും ചതച്ചരയ്ക്കപ്പെട്ട അവരുടെ മാംസവും വെള്ളവും വളവുമാക്കി ഉയർത്തിയ നമ്മുടെ ഇന്ത്യ മതേതരത്വവും സോഷ്യലിസവും ജനാധിപത്യവും ആകാശത്ത് നിന്ന് പൊട്ടി വീണ വാക്കുകളല്ല. അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ചോരയിൽ എഴുതി വച്ച വാക്കുകളാ. അത് സംരക്ഷിക്കേണ്ട ചുമതല ആർക്കാ? നമുക്കാണ്, കോൺഗ്രസിനാണ്, നമുക്ക് മാത്രമാണ്. നമ്മൾ ആ ചരിത്രപരമായ ചുമതല നമ്മൾ ഏറ്റെടുക്കും. നമ്മുടെ പൂർവികർ അവരുടെ ചോര കൊണ്ടെഴുതിയ, പടുത്തുയർത്തിയ ഈ നാടിനെ, ഇന്ത്യ എന്ന ഈ മഹത്തായ ആശയത്തെ എന്തു വില കൊടുത്തും സംരക്ഷിക്കും. ഇവിടെ കുറെ പേർ, അണ്ണന്റെ അനിയൻ തമ്പി ഇവിടെ ഭരിക്കുന്നുണ്ട് കേരളത്തിൽ. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, BJP വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. രാഹുൽ ഗാന്ധി എന്താ ചെയ്യുന്നത്? കോൺഗ്രസ് രാഷ്ട്രീയ ധ്രുവീകരണം, ഫാസിസത്തിനെതിരെ, വർഗീയതയ്ക്കെതിരെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതാണ് രാഷ്ട്രീയ ധ്രുവീകരണം. മറ്റത് മതത്തിന്റെ പേരിലുള്ള വർഗീയ ധ്രുവീകരണം. പിണറായി വിജയൻ ചെയ്യുന്നത്, മോഡി ചെയ്യുന്നത് തന്നെയാണ് കേരളത്തിൽ. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. തിരിച്ചറിയണം. ഇവിടെ KPCC പ്രസിഡന്റ് പറഞ്ഞു,
അവര് തമ്മിൽ ധാരണയിലാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കരുവന്നൂരിൽ 500 കോടിയാണ് CPM കൊള്ളയടിച്ചത്. 500 കോടി കരുവന്നൂർ ബാങ്കിൽ. CPM-ന്റെ എത്ര നേതാക്കന്മാർ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ കരുവന്നൂരിലെ പണമുണ്ട്. അവര് വാങ്ങിച്ചു കൂട്ടിയ സ്ഥലം കരുവന്നൂരിലെ പണമാണ്. 500 കോടി. ED വന്നു, ബഹളമുണ്ടാക്കി. എവിടെ ഇപ്പോൾ ED കരുവന്നൂർ ബാങ്കിൽ? നിങ്ങൾ ശ്രദ്ധിച്ചോളണം. CPM നേതാക്കന്മാരെ വിളിക്കും മൊഴി കൊടുക്കാൻ. ഇപ്പം അറസ്റ്റ് ചെയ്യും എന്ന് ധാരണ വരും, പറഞ്ഞു വിടും, പിന്നെയും വിളിക്കും, അറസ്റ്റ് ചെയ്യില്ല. എന്താ? തൃശ്ശൂരിൽ BJPക്ക് ജയിക്കാൻ CPM-മായി ധാരണയാണ്. അന്തപുരങ്ങളിൽ അണിയറയിൽ നടക്കുന്നത് അവരാണ്. അതാ പറഞ്ഞത്, 38 പ്രാവശ്യമാണ് SNC ലാവ്ലിംഗ് കേസ് സുപ്രീം കോടതി മാറ്റിവെച്ചത്. നീ 39ാമത്തെ പ്രാവശ്യം വരുമ്പോൾ നോക്കിക്കോ, CBIയുടെ വക്കീലും പനിയായിരിക്കും. സംഘപരിവാർ നേതൃത്വവും പിണറായി വിജയനും കേരളത്തിലെ CPM-ഉം തമ്മിൽ ധാരണയിലാണ്. ഇടനിലക്കാരുണ്ട്. അതാ പറഞ്ഞത്, ലൈഫ് മിഷൻ കോഴക്കേസിൽ ഇദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലാണ് ഇപ്പോഴും, ശിവശങ്കരൻ. ലൈഫ് മിഷന്റെ ചെയർമാൻ ആരാ? മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചോദ്യം ചെയ്യണ്ട, അറസ്റ്റ് ചെയ്യണ്ട, ഒന്ന് മൊഴിയെടുക്കാൻ പോയോ? ഒരു മൊഴി എടുക്കാൻ പോയോ? കേന്ദ്ര ഏജൻസികൾ പോകില്ല. എന്തുകൊണ്ടാ? BJPയുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതം. ഇവർ ഈ പിണറായി വിജയനും കൂട്ടരും അകത്തു പോയാൽ അവർക്കറിയാം കേരളത്തിൽ BJP അല്ല വരാൻ പോകുന്നത്. ആരാ? കോൺഗ്രസും UDF-ഉം അധികാരത്തിൽ വരും. അത് വേണ്ട. അപ്പൊ ധാരണയാണ്. ഈ പാർലമെന്റ് ഇലക്ഷനിലും അവർ തമ്മിൽ ധാരണയാണ്. അവർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അത് നമ്മൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. അവർ അഴിമതിക്കാരാണ്. കേരളം ഭരിച്ചു മുടിച്ചവരാണ്. ജനകീയ ചർച്ചാ വേളയിൽ പാവങ്ങൾ വരികയാണ്. അവരുടെ സങ്കടങ്ങൾ, അവരുടെ വിഷമങ്ങൾ, ദുഃഖങ്ങൾ, വിതുമ്പലുകൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, പെൻഷൻ കിട്ടാത്ത പാവങ്ങൾ, ഭിന്നശേഷിക്കാർ, അഗതികൾ, വൃദ്ധരായ ആളുകൾ, എല്ലാവരും അവരുടെ സങ്കടങ്ങൾ പറയുകയാണ്. ഭക്ഷണം കഴിക്കാൻ പണമില്ലാത്തവർ, ആദിവാസികൾ, പട്ടികജാതിക്കാർ, ഒരു മരുന്ന് മേടിക്കാൻ പണമില്ലാത്ത പാവങ്ങൾ. എവിടെ എത്തി നിൽക്കുന്നു കേരളം? എവിടെ എത്തി നിൽക്കുന്നു? എത്ര ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയാണ് ഈ സംസ്ഥാനത്തിന്, നിങ്ങൾ അറിയോ? നമ്മളെ മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറകളെ പോലും ബാധിക്കുന്ന തരത്തിൽ കേരളം ഈ പിണറായി ഭരണത്തിന്റെ നാളുകളിൽ തകരുകയാണ്. ഇന്നലെ ചെയ്തതെന്താ? മാവേലി സ്റ്റോറിൽ ഒരു സാധനമില്ല, എന്നിട്ട് ആ സാധനങ്ങളുടെ വില മുഴുവൻ വർദ്ധിപ്പിച്ചിരിക്കുക. ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾ നോക്കിക്കൊള്ളണം. ഒരു കൊല്ലം കൊണ്ട് 2 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, 1 പ്രാവശ്യം വെള്ളക്കരം കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, ഇന്ധന നികുതി കൂട്ടി, എല്ലാ സർവീസുകളുടെയും ചാർജ് വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ഏറ്റവും അവസാനം മാവേലി സ്റ്റോറിലെ 13 നിത്യോപയോഗ സാധനങ്ങളുടെയും വില കൂട്ടി. കേരളത്തിലെ ജനങ്ങൾ പ്രയാസപ്പെടുകയാണ്. നിരവധി ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുകയാണ്. ഇത്രയും കിടപ്പാടങ്ങളും കൃഷിയിടങ്ങളും ജപ്തി ചെയ്യപ്പെട്ട ഒരു കാലമുണ്ടായിട്ടില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവരെ രണ്ടുപേരെയും തിരിച്ചറിയണം. ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്, ഫാസിസവും കമ്മ്യൂണിസവും. അവിടെ കർഷകരെ അടിച്ചൊതുക്കുന്നു, ഇവിടെ ചെറുപ്പക്കാരെ അടിച്ചൊതുക്കുന്നു. ഈ പിണറായി വിജയന്റെ ഈ നവകേരള സദസ്, ആർഭാട സദസ് നടത്തിയപ്പോ എത്ര കുഞ്ഞുങ്ങളാണ് ക്രൂരമായ മർദ്ദനമേറ്റു വാങ്ങിയത്? പെൺകുട്ടികളെ പോലും വെറുതെ വിടാതെ ഒരു കുഞ്ഞിന്റെ മൂക്ക് തല്ലി പൊളിച്ചു, ഒരു കുഞ്ഞിന്റെ കൈ തല്ലി ഓടിച്ചു, ഒരു കുഞ്ഞിന് സെർവിക്കൽ പ്രോബ്ലമായി ആശുപത്രിയിലാണ്, മുടി ചവിട്ടിപ്പിടിച്ച ഒരു പെൺകുട്ടിയുടെ. എത്ര പേര് ക്രൂര ചെടിച്ചട്ടി കൊണ്ട്, ഹെൽമറ്റ് കൊണ്ട്, ഈ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന കിങ്കരന്മാർ ലാത്തി കൊണ്ട് നമ്മുടെ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചു. ചോദിക്കണ്ടേ? അതിനൊക്കെ പകരം ചോദിക്കണ്ടേ? വേണ്ടേ? വെറുതെ വിടാൻ പറ്റുമോ നമുക്ക്? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചോര ഈ കേരളത്തിന്റെ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പകരം ചോദിച്ചിരിക്കും. ഈ പിണറായി ഭരണത്തിന്റെ അന്ത്യം കാണും വരെ നമ്മൾ മുന്നോട്ട് പോകും. ഈ മോഡിയും പിണറായിയും കൂടി ചേർന്നുള്ള ഈ
ധാരണ, ഈ അന്തർധാര കേരളത്തിലെ മതേതര കേരളം തിരിച്ചറിയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ മർദ്ദക ഭരണകൂടങ്ങൾക്ക് താക്കീത് കൊടുക്കാൻ കയ്യും മെയ്യും മറന്ന് ഉജ്ജ്വലമായ വിജയം UDF നേടിത്തരുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തണം. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. ഇനി വിശ്രമമില്ലാത്ത നാളുകളാണ് നമുക്ക് മുന്നിൽ എന്ന് മാത്രം ഞാൻ പറയുന്നു. ജനങ്ങളുടെ മനസ്സിൽ തീയാണ്, സങ്കടങ്ങളുടെ, അമർഷത്തിന്റെ, പ്രതിഷേധത്തിന്റെ തീയാണ്. ആ അഗ്നിയാണ് സമരാഗ്നിയിലൂടെ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അത് ആളിപ്പടരുക തന്നെ വേണം. അത് പ്രതിഷേധത്തിന്റെയും അമർഷത്തിന്റെയും അഗ്നിജ്വാലയായി മാറണം എന്ന് മാത്രം വിനയപൂർവ്വം പറയുന്നു. മലപ്പുറം ജില്ലയിലെ പരിപാടിക്ക് ഇന്ന് സമാപനം കുറിക്കുകയാണ്. ഇന്നലെ അരീക്കോടും മലപ്പുറത്തും ഇന്ന് ഇവിടെയും നടന്ന ഉജ്ജ്വലമായ പരിപാടികളാണ്. എത്ര വലിയ ജനപങ്കാളിത്തമാണ്! ഈ ഗ്രൗണ്ടിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാതെ ഇതിലും കൂടുതൽ ആളുകൾ പുറത്തു നിൽക്കുന്ന ഈ വലിയ പരിപാടി സംഘടിപ്പിച്ച മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, എൻ്റെ പ്രിയങ്കരനായ അനുജൻ ശ്രീ VS ജോയിയെയും അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ച മുഴുവൻ നേതാക്കളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.